പാർലമെൻറ്റിനകത്ത് ഭരണഘടനയുടെ 75ാമത് വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗവും ഒക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അത്യന്തം ലജ്ജാകരമായ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന പാർലമെൻറ്റിനകത്ത് വെച്ച് ഈ രാജ്യം മുഴുവനും ഒരുപക്ഷെ ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു വിഷയം ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എഴുതാൻ നേതൃത്വം കൊടുത്ത, നമ്മളാകെ ഈ രാജ്യം മുഴുവൻ ആദരിക്കുന്ന ഏറ്റവും സമാരാധ്യനായിട്ടുള്ള ഡോക്ടർ അംബേദ്കറെ സംബന്ധിച്ച് പരിഹാസരൂപേണ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിച്ചു എന്നുള്ളത് രാജ്യത്ത് ഇന്നേ വരെ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പാർലമെൻറ്റിനകത്ത് വേണ്ടത്ര ഗൗരവത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ എടുത്തിട്ടുണ്ടോ എന്ന് സംശയം എനിക്കുണ്ട്. പ്രതിഷേധിച്ചിട്ടുണ്ട്, പ്രതിഷേധത്തിൻ്റെ സ്വരവും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര മതിയോ? യഥാർത്ഥത്തിൽ ഹോം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരുതരം ജൽപ്പനമാണ്, ഒരസഹിഷ്ണുതയാണ് ദളിതരോടും ഡോക്ടർ അംബേദ്കറോടുൾപ്പെടെ. ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത ഡോക്ടർ അംബേദ്കർ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ നിയമജ്ഞൻ, പണ്ഡിത ശ്രേഷ്ഠൻ, സാമ്പത്തിക വിദഗ്ധൻ, എല്ലാ രംഗത്തും ശോഭിച്ച ഒരു വ്യക്തി, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കടക്കം നേതൃത്വം കൊടുക്കുകയും ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് അതിന് രൂപം കൊടുത്ത, ഭാവനാപൂർവ്വം രൂപം കൊടുത്ത നമ്മുടെ എല്ലാം ആദരണീയനായ ഡോക്ടർ അംബേദ്കറെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ പാർലമെൻറ്റിനകത്ത് വെച്ച് ഒരു ആഭ്യന്തരകാര്യമന്ത്രിക്ക് സംസാരിക്കാൻ സാധിക്കുക? അദ്ദേഹത്തിനെന്നല്ല, മറ്റാർക്കും സംസാരിക്കാൻ പറ്റില്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ല, കുറച്ച് നാളുകളായി. കഴിഞ്ഞ ടേമിൽ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രമല്ല, ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ രൂപഭാവങ്ങൾക്കും അതുപോലെ ഭാഷാ പ്രയോഗങ്ങൾക്കും എല്ലാം വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിഷലിപ്തമായിട്ടുള്ള പ്രയോഗങ്ങൾ പുറത്ത് ധാരാളം ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്. ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന് വർഗീയത ഇളക്കിവിടുന്ന, പ്രത്യേകിച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഉള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന്, ഭരണഘടനാപരമായ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതിൽ പ്രതിഷേധം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് അമിത്ഷാ, ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമന്ത്രിയാണ് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ അംബേദ്കറുടെ പേരിങ്ങനെ അംബേദ്കർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആ സമയം നിങ്ങൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഉച്ചരിക്കുന്നത് ഈ മനുവാദികൾക്ക് കേൾക്കാൻ ഉള്ള സഹിഷ്ണുതയില്ല. അതാണ് അത്. ഈ ഡോക്ടർ അംബേദ്കർ എന്ന് പാർലമെൻറ്റിനകത്ത് പറയുന്നതിന് പകരം നരേന്ദ്രമോദി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അവർക്ക് സന്തോഷമാവും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരേ ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ മതിയോ? അതല്ല അമിത്ഷാ എന്ന് പറയണമെന്നാണോ? ഡോക്ടർ അംബേദ്കറെ കുറിച്ചല്ലാതെ ഭരണഘടനയുടെ 75ാമത് വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർ അംബേദ്കറുടെ പേര് പലവട്ടം പറയേണ്ടി വരും, മറ്റു പലരുടെയും പേര് പറയേണ്ടി വരും. ആ സന്ദർഭത്തിൽ എന്തിനിത്ര അസഹിഷ്ണുത? അതിനർത്ഥം ഇന്ത്യക്കകത്ത് ദളിതരോടും മാത്രമല്ല മതന്യൂനപക്ഷങ്ങളോടും സ്ത്രീകളോടുമുള്ള സമീപനം ഈ മനുശാസ്ത്രം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഇവർക്കുണ്ട്. അതിലേറെ അപമാനകരമായിട്ടുള്ളത് ഇത്തരം ഒരു കാര്യം പാർലമെൻറ്റിൽ പറഞ്ഞത് അവിടെ ഇരുന്ന് കേട്ടിട്ടല്ല, പുറമേ നിന്ന് വേറെ എവിടെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കേട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസ്താവന അതിലേറെ ട്വിറ്ററിലും അതുപോലെ ന്യായീകരിച്ചുകൊണ്ട് പോയി. അമിത്ഷാ അങ്ങനെ പറയരുതായിരുന്നു എന്നെങ്കിലും പറയണ്ടേ? അല്ലെങ്കിൽ അല്ലെങ്കിൽ സൈലൻ്റായിട്ട് നിന്നാ പോരെ? ഞാൻ കേട്ടില്ല, കണ്ടില്ല എന്നല്ലേ പറയേണ്ടത്? ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം എവിടെയോ ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ പ്രതിപക്ഷത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ അമിത്ഷാ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ സ്ഥാനത്തോ, ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ആ സ്ഥാനത്തോ ഇരിക്കാനുള്ള അർഹതയാണ് ഈ പ്രയോഗങ്ങളിലൂടെ അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഇത് രാജ്യത്തുടനീളം
നമ്മളെല്ലാവരും ഭരണഘടനയെ ബഹുമാനിക്കുന്നവർ, ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നവർ, ഫെഡറലിസത്തെയും അതുപോലെ സെക്കുലറിസത്തെയും ബഹുമാനിക്കുന്നവർ, അതാണല്ലോ ഭരണഘടനയുടെ സത്ത, ബഹുമാനിക്കുന്നവർ ഈ അമിത്ഷായുടെ പ്രയോഗത്തെയും അതിനെ പിന്തുണച്ച, അതിനെ ന്യായീകരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെയും തള്ളിപ്പറയണം, ശക്തമായി പ്രതിഷേധിക്കണം. ഞങ്ങൾ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇന്ത്യയിൽ ഞങ്ങളുടെ എല്ലാ യൂണിറ്റുകളോടും ശക്തമായി പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമിത്ഷാ രാജിവെക്കണം. ഈ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു തനി ഫാസിസ്റ്റായിട്ട്, തനി RSSകാരനായിട്ട്, ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആകെ പ്രതിനിധിയാണ്. പക്ഷേ അത് അദ്ദേഹം മറന്നുപോയി. അതിന് പകരം ഡോക്ടർ അംബേദ്കറെ മറന്നവർക്ക് ഇന്ത്യയിലെ ജനങ്ങളെ ആകെ മറക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ത്വരയാണ് ഈ പ്രയോഗത്തിലൂടെ കാണുന്നത്. ഇത് അതിശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കളങ്കം സൃഷ്ടിച്ച ദിവസമായിപ്പോയി ഇന്നലെ. പാർലമെൻറ്റിനകത്ത് തീർത്താൽ തീരാത്ത ഒരു കളങ്കം, ഒരു കറുത്ത ദിനമായിട്ട് പാർലമെൻറ്റിനകത്ത് ഇന്നലെ മാറിയിട്ടുണ്ട്. അത് അവർ തിരിച്ചറിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇതിനെല്ലാം ന്യായീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ടില്ലേ, ജഡ്ജി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല, ഇവിടെ ഹിന്ദുക്കളാണ്, ഇവിടെ ഹിന്ദു രാഷ്ട്രമാണ് വേണ്ടത് എന്ന് പറഞ്ഞതിന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ കൊളീജിയം വിളിച്ച് ശാസിച്ചു. പക്ഷേ UP-യിലെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? മുഖ്യമന്ത്രി ജഡ്ജിയെ ന്യായീകരിച്ചു. ഇതല്ലേ ഈ രാജ്യത്ത് നടക്കുന്നത്? അപ്പോൾ ഇത് കേരളത്തിലുള്ള മാധ്യമങ്ങളടക്കം ഇതുപോലെ സംഭവങ്ങൾ ശക്തമായി തുറന്നു കാണിക്കാൻ തയ്യാറാവണം. രാജ്യത്ത് പൗരാവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയോടുള്ള അവഹേളനമാണ്. ഡോക്ടർ അംബേദ്കറെ ഈ രൂപത്തിൽ പരിഹസിക്കുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് വലിയ ഇൻസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഭരണഘടനയെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ്. ഭരണഘടനയെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രസ്താവന എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ ഭരണഘടനാപരമായി തന്നെ അർഹതയില്ല. അത് ആ സ്ഥാനം അദ്ദേഹത്തിൽ നിന്ന് മാറ്റണമെന്നാണ് നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത്. ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ ഞങ്ങൾ സംഘടനയുടെ യൂണിറ്റുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.